ഹലോ എവരിവൺ, ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ റെഗുലറായിട്ട് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വീക്ക് 2 നമ്മളിന്ന് സയൻസ് സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേ എക്സാംസിനെ സംബന്ധിച്ച് സയൻസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ സയൻസ് വളരെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോവുക എന്നുള്ളത് എക്സാംസ് ക്ലിയർ ചെയ്യാൻ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. സയൻസ് സബ്ജക്റ്റ് ഇന്ന് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് വീക്ക് ഗ്രീഷ്മ മിസ്സിൻ്റെ ക്ലാസ്സിൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മിസ്സിൻ്റെ ക്ലാസ് ഫസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീക്കിൽ എൻ്റെ ക്ലാസ്സാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇനിയും ശരത് സാറിൻ്റെ ക്ലാസ്, റീസണിങ്ങിൻ്റെ ക്ലാസ്സും വരുന്നുണ്ടാവും, പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് നമ്മൾ നിങ്ങളെ ഓരോ ക്ലാസ്സസും തന്ന് അത് ഗൈഡ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനായി കണ്ടക്ട് ചെയ്ത് ലൈവ് സെഷൻസ് ആയിട്ടൊക്കെയാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാവുക. നമുക്ക് ഈ വർഷത്തെ റെയിൽവേ എക്സാംസ് ക്ലിയർ ചെയ്യാം. ഉറപ്പായിട്ടും കുറേ എക്സാംസ് ഉണ്ടല്ലോ ഈ വർഷം വരുന്ന പരീക്ഷകൾ. നിങ്ങൾക്ക് തന്നെ അറിയാം, NTPC ഉണ്ട്, ഗ്രൂപ്പ് ഡി ഉണ്ട്, ALP ടെക്നീഷ്യൻ, ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ പരീക്ഷകളെല്ലാം ഒരേ തരത്തിൽ, അതായത് പഠിക്കേണ്ട രീതി ഒരേ തരത്തിൽ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഈ എക്സാംസിനെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച് നമ്മളിവിടെ യൂട്യൂബിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് രണ്ട് കാര്യം കൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നോട്ടെ. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ RPF ടെക്നീഷ്യന് വേണ്ടി ഒരു ബാച്ച് യൂട്യൂബിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നീട് നമ്മളത് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച് എന്ന രീതിയിൽ മാറിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. ALP ടെക്നീഷ്യൻ ബാച്ചിന് വേണ്ടിയുള്ള ആ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അത് നമ്മൾ സസ്പെൻഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ പുതുതായിട്ട് റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ALP ടെക്നീഷ്യൻ എന്ന ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല, ഇനിയും വരാൻ പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും വേണ്ട രീതിയിലാണ് ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ALP ടെക്നീഷ്യൻ, ഗ്രൂപ്പ് ഡി, NTPC, അതുപോലെ RPF, ജൂനിയർ എഞ്ചിനീയറിൻ്റെ CBT 1 തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ക്ലാസ് സീരീസ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് എന്ന രീതിയിൽ റെയിൽവേ എക്സാംസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക. നമുക്ക് റെഗുലറായിട്ട് ടോപ്പിക്കുകൾ ഓരോന്ന് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ കെമിസ്ട്രി സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കെമിസ്ട്രിയുടെ ഒന്നാമത്തെ സെഷനാണ് നമ്മൾ വീക്ക് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. കെമിസ്ട്രിയുടെ ഫസ്റ്റ് സെഷനാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, ഈ താഴെ കാണുന്ന എക്സാംസ് നിങ്ങൾക്കറിയാം ഇനി വരാൻ പോകുന്ന ഉടനെ തന്നെ ALP വരുന്നുണ്ട്, NTPC ഉണ്ട്, ടെക്നീഷ്യൻ ഉണ്ട്, ഗ്രൂപ്പ് ഡി ഉണ്ട്, JEE ഉണ്ട്, RPF ഉണ്ട്. അപ്പോൾ ഇത്രയും പരീക്ഷകൾക്കും ഇത്രയും എക്സാംസിനും ഒരേ രീതിയിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഒരു സബ്ജക്റ്റ് നമ്മൾ റാൻഡമായിട്ട് വെറുതെ കുറേ കാര്യങ്ങൾ പഠിക്കുകയല്ല വേണ്ട. ആദ്യം നമുക്ക് അതിനെപ്പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം. ഒരു ബേസിക് സിലബസ് എന്താണെന്നൊരു കാര്യം നമുക്ക് ഇന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നത് ബേസിക് സിലബസ് ആണ്. അപ്പോൾ സിലബസ് എന്താണ്, ഇതിന് പഠിക്കേണ്ടത് എന്താണെന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം ഞാനിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ സിലബസ് എന്നുള്ളത്. അപ്പോൾ സിലബസ് നിങ്ങൾ പലയിടത്ത് നോക്കിയാലും ഈ ഒരു സിലബസ് എന്താണെന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ആദ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ സിലബസ് നോക്കി, അപ്പോൾ കെമിസ്ട്രി ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യം ഈ ഒരു പാർട്ട് വെച്ചിരിക്കുന്നത്. കെമിസ്ട്രി ഇൻട്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ ബേസിക് ടേംസ്, ഇയേഴ്സ്, അവാർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് അറ്റോമിക് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, ഗേഷ്യസ് ലോസ് പഠിക്കാനുണ്ട്. പിന്നെ വരുന്ന ടോപ്പിക്കാണ് റേഡിയോ ആക്ടിവിറ്റി ആൻഡ് ന്യൂക്ലിയർ എനർജി. പിന്നീട് വാലൻസി, കെമിക്കൽ ബോണ്ടിങ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ടോപ്പിക്ക് വേണം പഠിക്കാനുണ്ട്. പിന്നെ കെമിക്കൽ റിയാക്ഷൻസ്, ഓക്സിഡേഷൻ റിയാക്ഷൻ, റിഡക്ഷൻ റിയാക്ഷൻ തുടങ്ങിയ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് എക്സാം പോയിന്റിൽ പഠിക്കേണ്ടതുണ്ട്. പിന്നീട് ഇലക്ട്രോളിസിസ് ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ്, ഇലക്ട്രോ കെമിക്കൽ സീരീസ്, ഇത് അടുത്തൊരു ടോപ്പിക്കാണ്. പിന്നീട് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ്. അടുത്ത ടോപ്പിക്കാണ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്, പീരിയോഡിക് ടേബിളും എലമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയും ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നതാണ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഇത് ഞാൻ ബേസിക് ഒരു സിലബസ് ആണ്. ഈ സിലബസിനെ പറ്റി ഞാൻ എടുക്കുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കില്ല. ഞാൻ ടോപ്പിക്കുകൾ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എൻ്റെ ക്ലാസ്സസ് ഞാൻ ഇതിനകത്തെല്ലാം ലിങ്ക് ചെയ്ത് ബന്ധപ്പെടുത്തിയാണ് ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും എൻ്റെ ക്ലാസ്സസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കണ്ടിന്യൂഷൻ, ടോപ്പിക്സ് കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള ടോപ്പിക്സും കൂടെ നോക്കാം. കുറച്ച് ടോപ്പിക്സും ഉണ്ട്. നോൺ മെറ്റൽസ് ആൻഡ്
നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ്, മെറ്റൽസ്, നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ്, നോൺ മെറ്റലുകൾ, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. മെറ്റൽസ്, മെറ്റാലിക് കോമ്പൗണ്ട്സ്, ദെയർ ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റലുകളെ പറ്റിയും നോൺ മെറ്റലുകളെ പറ്റിയും അതിൻ്റെ കോമ്പൗണ്ടുകളെ പറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഒരു ടോപ്പിക് ഫ്യൂവൽസ്, കെമിക്കൽ ഫ്യൂവൽസിനെ പറ്റി, അതിൻ്റെ കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ. അലോയ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓർസ് ആൻഡ് മെറ്റലർജി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പോളിമറൈസേഷൻ റിയാക്ഷൻ, പലതരത്തിലുള്ള പോളിമേഴ്സ്, ആ പോളിമേഴ്സിൻ്റെ കോൺസ്റ്റുവൻറ്റ്, അതിൻ്റെ ഉപയോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. പിന്നീട് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലാസസ്, അതുപോലെ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ്, ഇതെല്ലാം കോമൺ ആയിട്ടൊരു ടോപ്പിക്കിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത് കേട്ടോ. ഞാൻ സബ് ടോപ്പിക്കുകൾ ലിസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ലാസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി. ഈ പറയുന്ന സോപ്പ്, ഡിറ്റർജൻസ്, ഗ്ലാസ്, എക്സ്പ്ലോസീവ്സ്, പോളിമേഴ്സ്, ഇതെല്ലാം നമ്മൾ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിലായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റിൽ നമുക്ക് വേണ്ട ടോപ്പിക്സ് ആണ്. അപ്പോൾ സിലബസ് എന്താണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ബേസിക് സിലബസ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ഔട്ട്ലൈനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ എന്തൊക്കെ പഠിക്കണം എന്ന അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ, ഇന്നത്തെ സെഷനിൽ ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീക്കിൽ ഇന്ന് നമുക്ക് തിങ്കളാഴ്ച മുതൽ ഇനി ഈ ഒരു ആഴ്ച മൊത്തം നമുക്കുണ്ട്. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസമുണ്ട്. ശനിയാഴ്ച ആയിരിക്കും നിങ്ങൾക്ക് വേണ്ട ലൈവ് സെഷൻ നമ്മൾ പോകുന്നത്. അപ്പോൾ സാറ്റർഡേ ആണ് നമ്മുടെ ലൈവ് സെഷൻ. ഈ വീക്കിലെ ലൈവ് സെഷൻ ഈ വരുന്ന സാറ്റർഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് പഠിക്കാനൊരു ടാസ്ക് തന്നിട്ടുണ്ട്. അതായത് വെറുതെ ടാസ്ക് ഇത് പഠിച്ചിട്ട് പോകാൻ എന്ന് പറയുകയല്ല, എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ വീക്കിൽ നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് അസൈൻ ചെയ്യുന്ന ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുക. അത് പഠിക്കാനുള്ള സോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തരും. ആ സോഴ്സ് വഴി ആ ടോപ്പിക്കുകൾ പഠിക്കുക. അതിനുശേഷം നമ്മൾ വരുന്ന ശനിയാഴ്ച ലൈവ് സെഷൻ പോകുമ്പോൾ ലൈവ് സെഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധം ഉള്ള നമ്മൾ പഠിക്കാത്ത ചോദ്യങ്ങൾ, പുതിയ ചോദ്യങ്ങൾ, റിലേറ്റഡ് ഫാക്ട്സ്, പ്രോബ്ലംസ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ശനിയാഴ്ച ഉപയോഗിക്കുന്നത്. ആ ദിവസം ആകുമ്പോൾ നിങ്ങൾ പകുതിയെങ്കിലും പഠിച്ചിട്ടേ വരാവൂ. അല്ലാതെ ഒന്നും കാണാതെ ഡയറക്റ്റ് ലൈവിൽ വരാൻ നോക്കരുത്. മാക്സിമം ആൾക്കാരും പഠിച്ചിട്ട് വരിക. ഈ തരുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ സീരീസ് എങ്കിലും കണ്ടിട്ട് മാത്രം അടുത്ത സെഷനിലേക്ക് വരിക. അപ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടോപ്പിക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ മിസ് ചെയ്തിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് ആ സെഷൻ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ബേസിക് സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദിശ അക്കാഡമിയുടെ ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ദിശ അക്കാഡമിയുടെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇനി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് dishaonline.co.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഈ ആപ്ലിക്കേഷൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ദിശ ആപ്പ് എന്ന് പറയുന്നത്, ദിശ ഓൺലൈൻ ആപ്പ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് SSC എക്സാംസിന് വേണ്ട കംപ്ലീറ്റ് സൊല്യൂഷനാണ്. അതിൻ്റെ ഒരു പറ്റം എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, അതായത് SSC ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, SSC CGLൻ്റെ കോഴ്സ് ഉണ്ട്, SSC GDയുടെ കോഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം കോഴ്സസ് അവൈലബിൾ ആണ്. റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഇതിനകത്തുണ്ട്. റെയിൽവേയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കംപ്ലീറ്റ്ലി ഒരു 300+ ഹവേഴ്സിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. 300 മണിക്കൂറിൽ കൂടുതൽ ഉള്ള റെയിൽവേ ഫൗണ്ടേഷൻ കോഴ്സ് ഈ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അത് കവർ ചെയ്തിരിക്കുന്ന ഓർഡർലി എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ആ ഒരു ആപ്പിനകത്ത് തന്നെ റെയിൽവേ വന്ദേ ഭാരത് ബാച്ച് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. പിന്നീട് റെയിൽവേയുടെ ALP ബാച്ച് ഉണ്ട്, ഈ RPF ബാച്ച്, NTPC ബാച്ച്, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു കോമൺ ആപ്പിൽ നിന്ന് തന്നെ പഠിച്ച് ഇറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലിയർലി ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തുള്ള ഡെമോ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കാണാൻ നോക്കുക. മാത്രമല്ല ഈ ഒരു എക്സാംസ്, റെയിൽവേ SSC എക്സാംസിൻ്റെ എല്ലാ തരത്തിലുള്ള ആയിരക്കണക്കിന് മോക്ക് എക്സാംസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. സെക്ഷൻ വൈസ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, കറണ്ട് അഫെയർ ക്വിസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഫ്രീ കണ്ടൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. താല്പര്യമുണ്ട്, ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. മാക്സിമം അതിൻ്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, താഴെ ലിങ്കിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇനി പറയാനുള്ളത്, നമ്മൾ ഈ വീക്ക് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീക്ക് കവർ ചെയ്യുന്ന ടോപ്പിക്കുകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ബേസിക് സിലബസിൽ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ട് ആറ്റംസ്, ബേസിക് കൺസെപ്റ്റ്സ്, ആറ്റംസ്, അറ്റോമിക് മോഡൽസ്, ആറ്റംസ് തുടങ്ങിയ ഇനിഷ്യലി പറഞ്ഞ ആ ഒരു ഏരിയയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. ഞാൻ സിലബസ് കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ആദ്യം പറഞ്ഞ സിലബസ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം.
ഇനിഷ്യലി നമ്മൾ സിലബസ് കാണിച്ചതിനകത്ത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് കെമിസ്ട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗം, അതുപോലെ അറ്റോമിക് സ്ട്രക്ചർ, ഇനി കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ടോപ്പിക്കിനകത്ത് ആദ്യത്തെ 2 കാര്യങ്ങളാണ് മേജറായിട്ട് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. മെയിനായിട്ടും കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷനും അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, പിന്നെ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് സ്ട്രക്ചറിനുള്ളിൽ തന്നെ വരുന്ന ചില കെമിസ്ട്രി റിലേറ്റഡ് ബേസിക് കൺസെപ്റ്റ്സ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ, ഈ ഒരു വീക്കിലെ സെഷൻ കൊണ്ട് കവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തിട്ടെ. ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ? ഒന്ന്, ബേസിക് കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു കെമിസ്ട്രി. കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ്സ് നമ്മൾ ആദ്യം കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആറ്റംസുമായിട്ട് ബന്ധപ്പെട്ട ടേംസ്, ആറ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ അത് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ, അറ്റോമിക് മോഡൽസ്, സബ് ആറ്റമിക് പാർട്ടിക്കിൾസ്, ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ്, അതുപോലെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അലോട്രോപ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീക്ക് 2-ൽ കവർ ചെയ്യുന്നത്. അപ്പം ഓർഡർലി നമുക്ക് ഓരോ വീക്കിലായിട്ട് നമുക്ക് ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ വീക്ക് നിങ്ങളുടെ ടാസ്ക് ആണ് ഇത്രയും ടോപ്പിക്കിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മൾ അടുത്ത ആഴ്ച വരേണ്ടത്. അപ്പോൾ അതെങ്ങനെ പഠിക്കും? അതൊരു ചോദ്യമില്ല. അതിനുള്ള സോഴ്സും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണ്ടേ? തരും, തീർച്ചയായിട്ടും. അതിനുള്ള സോഴ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സോഴ്സ് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് നമ്പർ ഓഫ് വീഡിയോസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഒരുപാട് നമ്പർ ഓഫ് വീഡിയോസ്. നേരത്തെ എടുത്തിരിക്കുന്ന സയൻസ് സീരീസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ഇതിനകത്ത് സയൻസ് സീരീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കെമിസ്ട്രിയുടെ ക്ലാസ്സസ് ഓർഡർലി എടുത്തിട്ടുണ്ട്. അതിൽ കെമിസ്ട്രി 1, കെമിസ്ട്രി 2 ഈ 2 ക്ലാസ്സസ് ആണ് നിങ്ങൾ കാണേണ്ടത്. കെമിസ്ട്രി 1ഉം കെമിസ്ട്രി 2ഉം ഈ 2 ക്ലാസ്സസ് ആണ് നിങ്ങളുടെ ഈ വീക്കിലെ ടാസ്ക് എന്ന് പറഞ്ഞ് തരുന്നത്. അതായത് ഞാൻ തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന 2 ക്ലാസ്സസ് ആണ്. ഇനി ഇതല്ല, ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ കോഴ്സ്, നമ്മുടെ പെയ്ഡ് കോഴ്സ് മേടിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ പെയ്ഡ് കോഴ്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അവൈലബിൾ ആണ്. ആ പെയ്ഡ് കോഴ്സ്, റെയിൽവേ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞ കോഴ്സ്, പെയ്ഡ് കോഴ്സ് എടുക്കുന്ന ആൾക്കാരും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. RRBയുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞ കോഴ്സ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ആ ഫൗണ്ടേഷൻ കോഴ്സിനകത്ത്, ആപ്പ് ദിശ ഓൺലൈൻ ആപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, അതിനകത്ത് ഇനിഷ്യലി ഉള്ള 2 മുതൽ 2 to 3 ക്ലാസ്സസ് എങ്കിലും നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ 3 ക്ലാസ്സസ്, ഒരു 3 മണിക്കൂർ 4 മണിക്കൂറോളം വരുന്ന അത്രയും ക്ലാസ്സസ് നിങ്ങൾ ഇനിഷ്യലി ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിനകത്താണ് ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ കവർ ചെയ്യുന്നത്. അപ്പോൾ അതല്ല, നമ്മുടെ കോഴ്സിൽ, പെയ്ഡ് കോഴ്സിൽ എൻറോൾ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ ഫ്രീ ക്ലാസ്സസ് ഞാൻ തരുന്നത്. കെമിസ്ട്രി 1 വീഡിയോ സീരീസിനകത്ത് കെമിസ്ട്രി 1ഉം കെമിസ്ട്രി 2ഉം ഇതിനകത്താണ് ബേസിക് ആയിട്ടുള്ള ഈ ഐറ്റംസ് എല്ലാം ഞാൻ കവർ ചെയ്യുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ഒരു സംശയം വേണ്ട. ഡീറ്റെയിൽഡ് ആയിട്ട് സബ്ജക്റ്റ് ഞാൻ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ വെച്ചിട്ട് ആദ്യത്തെ 2 വീഡിയോസും കാണാം. ഇനി അങ്ങനെയല്ല, ഈ പ്ലേലിസ്റ്റ് കിട്ടാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ ലിങ്ക്, ഈ 2 ക്ലാസ്സസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റിലും ആദ്യത്തെ കമൻറ്റുകളായിട്ട് ഈ 2 വീഡിയോസിൻ്റെ ലിങ്കും അറ്റാച്ച് ചെയ്യുന്നതാണ്. മാത്രമല്ല, നമ്മുടെ ദിശ അക്കാഡമിയുടെ തന്നെ റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലെല്ലാം ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഈ വീക്കിലെ ഈ 2 വീഡിയോസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആവും. അപ്പോൾ ഇങ്ങനെ ഈ 2 ക്ലാസ്സസ് നിങ്ങൾ ഈ വീക്ക് കൊണ്ട് കാണുക. ഈ വീക്ക് കഴിയുന്ന സമയത്ത് ഇടയ്ക്ക് വരുന്ന ബുധനാഴ്ച ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ഒരു വീഡിയോയും കൂടെ ഞാൻ വരുന്നതായിരിക്കും. കുറച്ച് എക്സ്ട്രാ കണ്ടൻസ് തരാനും മറ്റ് കുറച്ച് ഗൈഡൻസുകൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് തരാനും വരുന്നൊരു ദിവസം നമ്മൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, അതിനുശേഷം ലൈവ് ക്ലാസ് ആയിരിക്കും ഏറ്റവും യൂസ്ഫുൾ എന്ന് ഞാൻ കരുതുന്നത്. നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും നിങ്ങളോട്. അപ്പോൾ കുറച്ചൊരു ബേസിക്സ് ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ഇവിടെ പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മാതൃകയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. എല്ലാവരോടുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഓർഡർലി നന്നായിട്ട് പഠിച്ചിട്ട് വന്നാൽ ആ സാറ്റർഡേ നമുക്ക് കുറേ കണ്ടന്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ടോപ്പിക്കുകൾ അങ്ങ് മാറ്റി വെക്കാം. പിന്നെ വീണ്ടും നമുക്ക് ഈ ക്ലാസ്സിൽ വീണ്ടും കണ്ടന്റ് ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ടാസ്ക് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടാസ്ക് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നാണ് കരുതുന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അവർക്കെല്ലാം യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വാല്യുബിൾ ആണ്. ലൈക്കുകൾ എല്ലാ വീഡിയോസിനും ലൈക്ക് ചെയ്യുക.
പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രോപ്പർ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോസ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ കറൻ്റ്ലി അവൈലബിൾ ആണ്. സോ നിങ്ങളെല്ലാവരും ഇതുവരെയുള്ള വീഡിയോസ് ഈ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുത്തിട്ട് മാക്സിമം കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കണ്ട് പ്രിപ്പയർ ചെയ്യുക. എനിക്ക് തോന്നുന്നു റെയിൽവേയുടെ മാത്രം ഒരു 500-ന് അടുത്ത് വരുന്ന വീഡിയോസ് എങ്കിലും റെയിൽവേ സീരീസിൻ്റെ ഭാഗമായിട്ടെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന എക്സാമിനെല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നതാണ്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ദിശ അക്കാഡമിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച് ലേൺ വിത്ത് ദിശ എന്ന പേരിലാണ് നമ്മൾ ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പല ഗ്രൂപ്പുകളും ഫില്ലായിട്ട് വീണ്ടും പുതിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളും ഫില്ലായി, അടുത്ത ഗ്രൂപ്പ് വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും നമ്മൾ ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ചില മെറ്റീരിയൽസും നിങ്ങൾക്കുള്ള ഗൈഡൻസും അനൗൺസ്മെൻറ്റുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും, അതുപോലെ തന്നെ ദിശ അക്കാഡമിയുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, കോമൺ ടെലഗ്രാം ഗ്രൂപ്പ്. ഈ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ പഠിച്ചിരിക്കുന്ന സമയത്ത് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. നമ്മുടെ മെൻറ്റേഴ്സും നമ്മുടെ ഒരുപാട് ആൾക്കാർ അതിനകത്ത് ആ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് അതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. നമ്മുടെ മെൻറ്റേഴ്സും എല്ലാവരും ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് വഴി ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് പഠിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനാണ് ഈ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കുകയും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാനും എല്ലാം വേണ്ടി ഒരു സാഹചര്യമാണ് അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ വീക്ക് 2-ന്റെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഫിസിക്സ് സബ്ജക്റ്റും സയൻസ് സബ്ജക്റ്റ് ഓരോന്നും നമ്മൾ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഓർഡർലി എൻ്റെ കൂടെ തന്നെ പഠിച്ചോളുക, ഉറപ്പായിട്ട് നമുക്ക് ഈ പരീക്ഷകളെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ബുധനാഴ്ച കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.